ഭക്ഷണവും മരുന്നുമടക്കം സഹായ വസ്തുക്കളുമായി ഗാസയിലേക്ക് പോയ ഗ്ലോബൽ സുമുദ് ഫ്ലോട്ടിലയിലെ യാനങ്ങളെ ലക്ഷ്യസ്ഥാനത്ത് നിന്ന് 70 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് ഇസ്രായേൽ നാവികസേന തടഞ്ഞത്. 44 ബോട്ടുകളിൽ 14 എണ്ണം ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു. സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തക ഗ്രട്ട തുൻബർഗ് അടക്കം 37 രാജ്യങ്ങളിൽ നിന്നുള്ള 200 സന്നദ്ധ പ്രവർത്തകരെ IDF കസ്റ്റഡിയിലെടുത്തു. ഫ്ലോട്ടിലയുടെ ഭാഗമായ ബോട്ടുകൾ തടയുകയും അവയിലെ യാത്രികരെ ഇസ്രായേലി തുറമുഖത്തേക്ക് നീക്കിയതായും ഇസ്രായേൽ അറിയിച്ചു. ഗ്രറ്റയും സുഹൃത്തുക്കളും സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ട്രാക്കിംഗ് ഡാറ്റ പ്രകാരം തങ്ങളുടെ മറ്റു ബോട്ടുകൾ ഗാസ തീരത്തിന് 50 കിലോമീറ്റർ വരെ അടുത്തെത്തിയെന്നാണ് ഫ്ലോട്ടില സംഘാടകർ പുറത്തുവിടുന്ന വിവരം. ഫ്ലോട്ടിലയിലേക്ക് ഇസ്രായേലി നേവി കടന്നയുടൻ ഫ്ലോട്ടില അംഗങ്ങളിൽ ചിലർ അവരുടെ മൊബൈൽ ഫോണുകൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഫ്രാൻസിൽ നിന്നുള്ള യൂറോപ്യൻ പാർലമെന്റ് അംഗം റിമാ ഹസനും തന്റെ ഫോൺ കടലിലേക്ക് എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ റോയിട്ടേഴ്സ് പുറത്തുവിട്ടു. നടപടിയിൽ ഡാറ്റ സുരക്ഷിതത്വത്തിനായി ചെയ്യുന്ന സാധാരണ നടപടിയായാണ് ഫോൺ ഉപേക്ഷിക്കലിനെ വിലയിരുത്തുന്നത്. സന്നദ്ധ പ്രവർത്തകരെ നിയമവിരുദ്ധമായി ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തുവെന്നാരോപിച്ച് യൂറോപ്പിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. ഗ്രീസ്, ജർമ്മനി, ടുണീഷ്യ എന്നിവിടങ്ങളിലായി പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. സന്നദ്ധ പ്രവർത്തകർക്ക് ഐക്യദാർഢ്യവുമായി ഇറ്റലിയിലെ ട്രേഡ് യൂണിയനുകൾ വെള്ളിയാഴ്ച പൊതുപണിമുടക്കിന് ആഹ്വാനം ചെയ്തു. ലാറ്റിൻ അമേരിക്കയിൽ അർജന്റീനയിലും വെനസ്വേലയിലും പ്രതിഷേധ റാലികൾ നടന്നു. ഇസ്രായേലിന്റെ കസ്റ്റഡിയിൽ തങ്ങളുടെ 2 പൗരന്മാരുണ്ടെന്ന് സ്ഥിരീകരിച്ച കൊളംബിയ ഇസ്രായേലി നയതന്ത്ര സംഘത്തെ ഒന്നാകെ പുറത്താക്കി. ഇസ്രായേലുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഉപേക്ഷിച്ചെന്നും എല്ലാ ബന്ധവും അവസാനിപ്പിച്ചെന്നും കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ നീക്കത്തെ തുർക്കി വിദേശകാര്യ മന്ത്രാലയം ഭീകരപ്രവർത്തനമെന്ന് വിശേഷിപ്പിച്ചു. നീക്കത്തെ അപലപിച്ച മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം 8 മലേഷ്യക്കാർ കസ്റ്റഡിയിലുണ്ടെന്ന് സ്ഥിരീകരിച്ചു. ഇസ്രായേൽ അന്താരാഷ്ട്ര നിയമം പാലിക്കണമെന്ന് ഐറിഷ് ഉപപ്രധാനമന്ത്രി സിമോൺ ഹാരിസ് ആഹ്വാനം ചെയ്തു. ഫ്രഞ്ച്, ഇറ്റാലിയൻ പാർലമെന്റ് അംഗങ്ങൾ അടങ്ങുന്ന 500ഓളം വരുന്ന ഫ്ലോട്ടില പ്രവർത്തകരുടെ സുരക്ഷ ഇസ്രായേൽ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നാണ് ഫ്രഞ്ച്, ഇറ്റാലിയൻ വിദേശകാര്യ മന്ത്രാലയങ്ങൾ അറിയിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.